നമസ്കാരം, എല്ലാ കൂട്ടുകാർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ബൺ മസ്കയാണ്. കുട്ടികൾക്കൊക്കെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു സംഭവമാണ് ബൺ മസ്ക. 4 ബണ്ണാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. പിന്നെ ബട്ടർ, കണ്ടൻസ് മിൽക്ക്. നമുക്ക് ആദ്യമേ ബണ്ണൊന്ന് ചൂടാക്കി എടുക്കാം. അപ്പം ബട്ടർ ഇട്ടുവെച്ച് ഒരു പാൻ അടുപ്പത്ത് വെച്ച് പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് ബട്ടർ വെച്ച് കൊടുക്കുക. ബട്ടറൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. ബട്ടറിലേക്ക് നമുക്ക് ബണ്ണ് വെച്ചൊന്ന് മൂപ്പിച്ചെടുക്കാം. ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ബണ്ണൊന്ന് തിരിച്ചും മറിച്ചൊന്ന് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ കുട്ടികൾക്കൊക്കെ ബൺ മസ്ക മതി. കുട്ടികൾക്കൊക്കെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു സംഭവമാണ്. നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി കൊടുക്കാം. അധികം ചേരുവകളൊന്നും വേണ്ട. ബണ്ണും ബട്ടറും കണ്ടൻസ് മിൽക്കും മാത്രം മതി. നമുക്ക് തയ്യാറാക്കാം. ഇറാനിയൻ ചായയും ബൺ മസ്കയാണ് ഇപ്പോൾ കുട്ടികളുടെയൊക്കെ ട്രെൻഡ്. അപ്പോൾ അതനുസരിച്ച് നമുക്കൊന്ന് തയ്യാറാക്കാം. എങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. ബണ്ണെല്ലാം നമ്മൾ മൂപ്പിച്ച് വെച്ചിട്ടുണ്ട്. നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. നാല് ബണ്ണിന് തേക്കാനുള്ള ബട്ടർ നമ്മൾ എടുക്കുക. നമ്മൾ ബണ്ണ് വേണ്ടി എടുക്കുന്നു അതനുസരിച്ച് വേണം നമ്മൾ ബട്ടറും എടുക്കാനായിട്ട്. ബട്ടർ എടുത്ത് റൂം ടെമ്പറേച്ചറുള്ള ബട്ടർ വേണം നമ്മൾ എടുക്കാനായിട്ട്. കണ്ടൻസ് മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. 4 ബണ്ണിന് നമ്മളൊരു 4 സ്പൂൺ കണക്കാക്കി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒത്തിരി അങ്ങ് ലൂസായി പോരും. അങ്ങനെ ലൂസായി പോകണമെങ്കിൽ നമ്മുടെ ബണ്ണിൽ നിന്ന് ഒലിച്ചു പോകും. നന്നായിട്ട് രണ്ടും കൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക. വാനില എസൻസും ചേർത്ത് കൊടുക്കാം. നമ്മൾ വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നില്ല. അത് ചേർക്കാതെയാണ് നമ്മൾ തയ്യാറാക്കുന്നത്. നന്നായിട്ട് യോജിപ്പിച്ചിട്ടുണ്ട്. ഇത്രയും യോജിച്ചാൽ മതി. നമുക്ക് ബണ്ണൊന്ന് രണ്ടായിട്ട് മുറിച്ചെടുക്കാം. ബണ്ണ് നന്നായിട്ടൊന്ന് രണ്ടായിട്ട് വളർന്നെടുക്കാം. അത്രയും മതി. ഇതേപോലെ കണ്ടോ ആക്കിയെടുത്തതിന് ശേഷം ഇതിലേക്ക് നന്നായിട്ട് ബട്ടറും കണ്ടൻസ് മിൽക്കും കൂടെയുള്ള ചേരുവ ചേർത്ത് കൊടുക്കുക. രണ്ടും കൂടെ കൂട്ടി യോജിപ്പിച്ച് വയ്ക്കുക. അതിൻ്റെ പുറത്തേക്കൊക്കെ കുറച്ചിങ്ങനെ തേച്ച് കൊടുക്കാം. കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ കൂടെ തേച്ച് കൊടുക്കാം. സ്വീറ്റ് ബണ്ണാണ്, അതുകൊണ്ട് നമ്മൾ പഞ്ചസാര ഒന്നും ചേർത്തിട്ടില്ല. മധുരമുള്ള ബണ്ണാണിത്.
ഇതുപോലെ ബാക്കിയുള്ളത് നമുക്ക് ചെയ്തെടുക്കാം. ബണ്ണൊന്ന് മൊരിച്ചെടുത്തതിന് ശേഷം മുറിക്കാനാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഒരേപോലെ തന്നെ മുറിച്ചെടുക്കാം. രണ്ടും കൂടെ കൂട്ടി യോജിപ്പിച്ച് ബൺമസ്കയുടെ ഒപ്പം കഴിക്കാൻ നമ്മളൊരു ഇഞ്ചി ചായയാണ് തയ്യാറാക്കുന്നത്. ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ഒരു കഷ്ണം ഇഞ്ചി രണ്ടായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. 2 ഏലക്ക നന്നായിട്ട് ചതച്ചെടുക്കാം. ചതച്ചെടുത്ത ഇഞ്ചിയും ഏലക്കയും വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. വെള്ളം നന്നായി തിളച്ചിട്ടുണ്ട്. 1 സ്പൂൺ തേയില ചേർത്ത് കൊടുക്കാം. ഒരു ഗ്ലാസ് വെള്ളം 1 ഗ്ലാസ് പാലുമാണ് നമ്മൾ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ചായ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്ക് കപ്പിലേക്ക് ഊറ്റിയെടുക്കാം. അപ്പം നമ്മളും തയ്യാറാക്കിയ കൂട്ടുകാരെ ബൺമസ്ക വളരെ നിസ്സാരമായിട്ട് നമുക്ക് വീട്ടിൽ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പം നിങ്ങൾക്കും ഇതുപോലെ വീട്ടിൽ തയ്യാറാക്കാവുന്നതാണ്. എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണ്. ബൺമസ്ക ഇഞ്ചിച്ചായയാണ് നമ്മൾ തയ്യാറാക്കിയത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും നല്ല വീഡിയോയുമായി നമുക്ക് കാണാം. താങ്ക് യു. ബൺമസ്ക ഒന്ന് കഴിച്ചു നോക്കിയാലോ? എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം അല്ലേ? അപ്പം ചൂട് ചായയാണ്. ഈ ചായയിൽ മുക്കി കഴിക്കണം. ഒന്ന് കഴിച്ചു നോക്കിയാലോ എങ്ങനെയുണ്ടെന്ന്. സൂപ്പർ ടേസ്റ്റ് കേട്ടോ. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കാതെ ഇരിക്കരുത്. അത്രയ്ക്ക് ടേസ്റ്റിയാണ്. വളരെ പെട്ടെന്ന് നിസ്സാരമായിട്ട് വീട്ടിൽ തയ്യാറാക്കാവുന്നതാണ്.